ഹലോ വെൽക്കം ടു മാഗ്നിഫിക്ക. ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളുടെ കോട്ടൺ ഫാബ്രിക്സ് ആണ്. പലതരം കോട്ടൺ ഫാബ്രിക്സ് ആണ്, മിക്സ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. റേറ്റ് ഞാനിവിടെ സൈഡിൽ മെൻഷൻ ചെയ്യാം. ഇത് നല്ലൊരു കാന്ത കോട്ടൺ ആണ്, നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ലൈനിങ് ഇടാതെയും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അടുത്തത് ഇങ്ങനെ ഒരു സിഗ്സാഗ് പാറ്റേണിൽ പോകുന്നതാണ്. ഇത് നിങ്ങൾക്ക് വിഡ്ത്ത് വൈസും സ്റ്റിച്ച് ചെയ്യാം, അതുപോലെ ലെങ്ത് വൈസും സ്റ്റിച്ച് ചെയ്യാം, പാച്ച് വർക്കിന് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു ഡിസൈനാണ്. അത് കൂടാതെ ഇന്ന് കാണിക്കുന്ന എല്ലാം ഞാൻ സ്റ്റോക്ക് ക്ലിയറൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചിലതിൽ വളരെ കുറച്ച് മീറ്റേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. സോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വാട്സപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് നല്ലൊരു നേവി ബ്ലൂവിൽ ഒരു വൈറ്റ് കളർ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വരുന്നൊരു ഡിസൈനാണ്. നല്ല പ്യുവർ ജയ്പൂർ കോട്ടൺ ആണ്. ലൈനിങ് ഇടാതെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫാബ്രിക് ആയിരിക്കും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇന്ന് കാണിക്കുന്ന എല്ലാത്തിൻ്റെയും വിഡ്ത്ത് വരുന്നത് ഏകദേശം 42 to 44 ഇഞ്ചസ് വിഡ്ത്താണ് വരുന്നത്. ഓക്കെ, ഇത് നല്ലൊരു അജ്രക് പ്രിൻ്റാണ്. ഡാർക്ക് ബോട്ടിൽ ഗ്രീനിൽ ബ്രിക്ക് റെഡ് കളറും അതുപോലെ തന്നെ യെല്ലോ കളറും മിക്സ് ചെയ്തിട്ട് വരുന്ന നല്ലൊരു ബോട്ടിൽ ഗ്രീനാണ്. ഇതാണല്ലേ, ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. സോ നിങ്ങൾക്ക് ലൈനിങ് ഇല്ലാതെയും യൂസ് ചെയ്യാം. ഇപ്പോഴുള്ള ഒരു ചൂട് സമയത്തിനൊക്കെ പറ്റിയൊരു ഫാബ്രിക് തന്നെയാണ് ഈ കോട്ടൺ ഫാബ്രിക്സ്. ഇത് നമ്മളുടെ വൈറ്റ് ബേസിൽ വരുന്ന ഫ്ലോറൽ പ്രിൻ്റാണ്, മൾട്ടി കളർ പ്രിൻ്റാണ് വരുന്നത്. റാണി പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഒരു ലൈറ്റ് ബ്ലൂ ഉണ്ട്, എല്ലാം ഉണ്ട്. അടുത്തത് നമ്മളുടെ ഒരു സിൽവർ സരി വീവിങ് വരുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സിൽവർ സരി ഇടയിൽ വീവ് ചെയ്ത് പോയിട്ടുണ്ട്. സെൽഫ് കളർ പാറ്റേൺ ഉള്ള നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണിത്. സൗത്ത് കോട്ടൺ ആണ് മെറ്റീരിയൽ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ ആണ്. ഇത് നിങ്ങൾക്ക് പല രീതിയിൽ പ്ലെയിൻ ആയിട്ടുള്ള കുർത്തീസ് നിങ്ങളിപ്പോൾ പിൻടെക്ക് യൂസ് ചെയ്തിട്ടും അങ്ങനെയുള്ള പല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മോഡലാണ്. അതേപോലെ അടുത്തൊരു സിഗ്സാഗ് പാറ്റേൺ പോലത്തെ വരുന്നതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഈ ഒരു ക്ലോത്ത് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം. ഷ്രിങ്ക് ചെയ്യേ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും കംപ്ലൈൻറ്റ് വരാത്തൊരു കോട്ടൺ ഫാബ്രിക്സ് ആണ് ഇപ്പോൾ കാണിച്ചതെല്ലാം തന്നെ. അടുത്തതും ഇതേപോലെ തന്നെ ഒരു ലഹരിയ പാറ്റേൺ വരുന്ന പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന, വൈറ്റ് ബേസിൽ പിങ്ക് ലൈൻസ് പോയിട്ടുള്ള ഒരു ലൈൻസ് ഫാബ്രിക്കാണ്. ഇതും നല്ല പ്യുവർ ജയ്പൂർ കോട്ടൺ തന്നെയാണ്. അടുത്തത് വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് കളർ ബുട്ടാസ് പോയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ഇത് സാദാ കോട്ടൺ ആണ് കേട്ടോ. ഇത് കുറച്ചും കൂടി തിക്ക് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലൈനിങ് ഇട്ട് യൂസ് ചെയ്യാവും കുറച്ചും കൂടി നല്ലത്. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് തന്നെയാണ്. ഇന്ന് കാണിക്കുന്ന എല്ലാത്തിൻ്റെയും വിഡ്ത്ത് 42 to 44 ഇഞ്ചസ് ആണ്. അടുത്ത് നമ്മളൊരു കലംകാരി പ്രിൻറ്റ് വരുന്ന ഒരു ഫാബ്രിക്കാണ്. നല്ല ഭംഗിയായിട്ടുള്ള ബ്ലാക്ക് ബേസിൽ മറൂണും റെഡും അതുപോലെ ഡാർക്ക് റെഡും അങ്ങനത്തെ വൈറ്റും കോമ്പിനേഷൻസൊക്കെ വന്നിട്ടുള്ള നല്ലൊരു കോമ്പിനേഷനാണ്. അടുത്തത് നല്ലൊരു ജയ്പൂർ കോട്ടൺ തന്നെയാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ ഇതുപോലത്തെ ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന നല്ലൊരു ബ്ലോക്ക് പ്രിൻറ്റഡ് മെത്തേഡിൽ വരുന്ന ഒരു പ്രിൻ്റാണിത്. അതേപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് വൈറ്റ് കളർ പാച്ച് വർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. വൈറ്റ് കളർ ബോട്ടവും ഷോളും നിങ്ങൾക്ക് പെയർ ചെയ്യാം. അടുത്തത് ഇതുപോലത്തെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ ഫാബ്രിക്കാണ്. നല്ല ഭംഗിയായിട്ടുള്ളൊരു പിക്കോ ഗ്രീൻ എന്ന് പറയാം. കംപ്ലീറ്റ് ഡാർക്ക് ഗ്രീൻ അല്ല ഇത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. അടുത്ത ഫാബ്രിക്ക് ഇതുപോലത്തെ ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വൈറ്റ് ബുട്ടാസ് വരുന്ന ഒരു ഫാബ്രിക്കാണ്. ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ട് വീണ്ടും കഴിഞ്ഞതാണ്. ഇപ്പോൾ ലാസ്റ്റ് പീസാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ആകെ നമുക്ക് 2 മീറ്ററോ സംതിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യാം. അടുത്ത നല്ലൊരു എന്താ പറയുക, റോജ കളറാണ്. ഇതിപ്പോൾ ഒരു റോജ കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോജ പാക്ക് ഉണ്ടായിരുന്നില്ലേ പണ്ടത്തൊക്കെ, ആ ഒരു ഷെയ്ഡാണ്. ഒരു ലൈറ്റ് പിങ്ക്, അതിലിങ്ങനെ വെറൈറ്റി ആഷ് കളർ കോമ്പിനേഷനാണ്. നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ്. ലൈറ്റായിട്ട് നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ഇത് വന്നിട്ട് അക്വാ ഗ്രീനും ആഷും യെല്ലോയും കൂടിയിട്ടുള്ള സെയിം കോമ്പിനേഷനാണ്. അതായത് സെയിം പാറ്റേണിലുള്ള ഡിഫറെൻറ്റ് കളറാണ് അത് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ എവർ ഗ്രീൻ ഹിറ്റായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇത് ഒരുപാട് തവണ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ട് സ്റ്റോക്ക് ഔട്ട് ആയതാണ്. അതുകൊണ്ട് വളരെ കുറച്ചേ അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മളുടെ കയ്യിൽ ബാക്കി. അപ്പോൾ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതും കൂടി കാണിച്ചു എന്ന് മാത്രം. ഇത് നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് മീറ്ററാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. 3 മീറ്റർ എന്തോ കറക്റ്റായിട്ട്
3.5 മീറ്റേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ നമ്മൾക്ക് ആ ഒരു മെറൂൺ കളർ ഡിസൈൻ വെച്ചിട്ട് പാച്ച് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ലേസ് വർക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു കുർത്തി ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു ജയ്പൂർ കോട്ടൺ ആണ്. ഷ്രിങ്ക് ചെയ്യില്ല, കളർ പോവില്ല, അങ്ങനെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇതതുപോലെ പാച്ച് വർക്കിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മളുടെ എപ്പോഴത്തെയും എവർ ഗ്രീൻ ഹിറ്റായിട്ടുള്ളൊരു അജ്രക് പ്രിൻറ്റിൽ വരുന്ന ജയ്പൂർ കോട്ടൺ ആണ്. ഇത് നമ്മുടെ ഒരു സ്റ്റിഫായിട്ടുള്ളൊരു കാംപ്രിക് കോട്ടൺ ആണ്. ഇത് ബോട്ടമായിട്ടും ടോപ്പായിട്ടും എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിലും ഇങ്ങനെ ലൈൻസ് പാറ്റേൺ ആണ് പോകുന്നത്. ഇതിലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് പോകുന്നത്. ബ്ലാക്ക് ബേസിൽ വൈറ്റും അതുപോലെ തന്നെ ഒരു ആഷ് കളർ ഫ്ലോറൽ പ്രിൻ്റാണ് പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു വേറൊരു തരം കോട്ടൺ ആണ്. അതായത് നേരത്തെ കാണിച്ചത് എല്ലാം തന്നെ ജയ്പൂർ കോട്ടൺ ആയിരുന്നു. അതിലൊരു ബ്ലൂ മാത്രമാണ് ജയ്പൂർ കോട്ടൺ അല്ലാതിരുന്നത്. ഇത് നമ്മളെ ഒരു സാധാരണ ഒരു കാംപ്രിക് കോട്ടൺ ആ ഒരു സ്റ്റൈലിൽ വരുന്ന ഒരു കോട്ടൺ ഫാബ്രിക്കാണ്. ലൈനിങ് ഇട്ടും ഇല്ലാതെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് കാണിക്കുന്നതും കുറച്ചുകൂടി തിക്കായിട്ടുള്ള കോട്ടൺ ആണ്. ഇതിൽ നിങ്ങൾക്ക് ലൈനിങ് യൂസ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാം. നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ബേസിൽ ക്രീമും അതുപോലെ റെഡും കോമ്പിനേഷൻ വരുന്ന ഒരു ഫാബ്രിക്കാണ്. എല്ലാത്തിൻ്റെയും വിഡ്ത്ത് നേരത്തെ പറഞ്ഞ പോലെ 42 to 44 ഇഞ്ചസ് ആണ്. അടുത്തത് ഇതും നമ്മളുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് റീസ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതിലും വളരെ കുറച്ച് പീസസാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. യെല്ലോ വിത്ത് ബ്ലൂ കോമ്പിനേഷൻസ്. ഇത് വേറൊരു പാറ്റേൺ ആണ്. ഇതുപോലത്തെ ഫ്ലവർ പോകുന്നത്. ഇതൊരു തരം സോഫ്റ്റ് കോട്ടൺ തന്നെയാണ്. പക്ഷേ ജയ്പൂർ കോട്ടൺ ആണെങ്കിലും സോഫ്റ്റ് കോട്ടൺ ആണെങ്കിലും ഒക്കെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ കളർ ഗാർഡ് എന്ന് പറയുന്ന സംഭവം ആദ്യത്തെ വാഷിൽ യൂസ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കാലം ലോങ് ലാസ്റ്റ് ചെയ്തിട്ട് നിൽക്കും. നിങ്ങളുടെ അതേ ഒരു ഷൈനിങ്ങിൽ നിൽക്കും ആ ഒരു ഫാബ്രിക്കൊക്കെ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നേരത്തെ വീഡിയോസിൽ. ഇതുപോലെ സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുള്ള ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് പോയിട്ടുള്ള ഒരു പ്യുവർ കളർ വൈറ്റ് കോട്ടൺ ഫാബ്രിക്കാണ്. താഴെ സ്കാലപ്പ് വർക്കൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ടോപ്പിനൊക്കെ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത ഇതൊരു സ്റ്റിഫായിട്ടുള്ള പോപ്ലിൻ കോട്ടൺ ആണ്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്റ്റാർ പ്രിൻറ്റ് വരുന്നതാണ്. അത് ഉള്ളിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫാബ്രിക് നിങ്ങൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക. അതേപോലെ തന്നെ എത്ര മീറ്ററാണെന്ന് കൂടി മെൻഷൻ ചെയ്യുക. ഒന്ന് വേഗം നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. താങ്ക്